ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടയ്ക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. അയാളും കൂടെ എവിടെ പോവാന്ന് പോയേ. ചാത്തുവേട്ട, ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. നാളെ മുതൽ കടത്തിന്റെ ഇടപാട് വേണ്ട. 2 കിലോ തേങ്ങാ പിണ്ണാക്കതാ. അരിവർഷം നിർത്തിപ്പോ പിണ്ണാക്ക എഴുതിട്ട പശുക്കൾക്കാ. എടാ വിജയ. എന്താടാ ദാസ? എടാ നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഏത് ബുദ്ധി? അല്ല, കണ്ടവന്റെ ഇടിയും തൊഴിയും വാങ്ങി നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലി ചെയ്യുന്നതിന് പകരം ഇതുപോലെ സ്വയം ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി. ദാസ, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. നമ്മുടെ ചെലവ് കഴിച്ചുള്ള മുഴുവൻ കാശും മാറ്റിവെക്കണം. ഇപ്പൊ 2 പശുക്കളല്ലേ? അതെ. അത് 4 ആയി, 10 ആയി, 50 ആയി, 100 ആയി, 1000 ആയി. നമുക്ക് നല്ല ഒരു വീട് കെട്ടണം. ഒരു കാറ് വാങ്ങണം. ഒരു ഫ്രിഡ്ജ്, AC, VCR, TV. നമുക്കങ്ങ് സുഖിക്കണം. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ? ഈശ്വരാ രക്ഷിക്കണേ. അകിടിന്റെ ലക്ഷണം കണ്ടിട്ട് ഈ പറയുന്ന 40-50 നടപ്പുള്ള കാര്യമല്ല സാർമാരെ. കാലത്തും വൈകിട്ടും കൂടി 10-12 കിട്ടിയ ഭാഗ്യം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അധികം പാകിട്ടാനുള്ള വഴി തീരില്ല. അങ്ങനെയല്ലല്ലോ പണിക്കരമ്മാവൻ പറഞ്ഞത്. എന്നാ അങ്ങോട്ട് വന്ന് നടക്കാൻ പറ. അതെ, ആക്ച്വലി ഇതിപ്പോ എത്ര ലിറ്റർ കാണും? 6 ലിറ്റർ ഉണ്ടാവും. അയ്യോ, ചുരുങ്ങിയതൊരു 10 ലിറ്ററെങ്കിലും രാഘവേട്ടന്റെ കടയിൽ കൊടുത്തേ പറ്റൂ. ബാക്കി വെള്ളം ചേർത്താ മതി. തമിണ്ടാവരിടോ, അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. എന്നാ ഞാൻ ഈവനിങ് വരാം. വിജയ, ഇതിപ്പോ ഒരു 8 ലിറ്ററെങ്കിലും രാഘവേട്ടന് കൊടുത്തില്ലേ എങ്ങനാ? നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അയ്യേ, കുറച്ച് വെള്ളം ചേർക്കാം. നല്ല മുഴുപ്പുള്ള പാലാ. കുറച്ച് ചേർക്കാം അല്ലേ? ചേർക്കാം. ചേർക്കാം. ആദ്യത്തെ കറവയായതുകൊണ്ട് പാലിത്തിരി കുറവാ രാഘവേട്ട. 8 ലിറ്ററേ ഉള്ളൂ. പക്ഷെ ശുദ്ധമായ പശുവിന്റെ പാലായതുകൊണ്ട് 10ന്റെ ഗുണം ചെയ്യും. ഒരു കച്ചവടം എന്ന് വെച്ചാ വാക്ക് പറഞ്ഞാ വാക്കായിരിക്കണം. ഇന്ന് ഒരു ദിവസത്തേക്ക്. പിന്നെ നിർബന്ധമാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 2 ലിറ്റർ കറന്നു തരാം. തരണം. വേറെ പാല് ഞാൻ നിർത്തിയിരിക്കുക നിങ്ങൾക്ക് വേണ്ടി. കുഴപ്പമില്ല. അപ്പൊ ഒരു 40 രൂപ ഇങ്ങനെ. പശുക്കൾക്ക് നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കണ്ടേ? നല്ല പോഷകാഹാരം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. എന്തു പറ്റി? പച്ചവെള്ളം ഞങ്ങളുടെ കിണറ്റിലും വേണ്ടോളം ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കടയിലോട്ട് വരാൻ പറഞ്ഞു. വന്നില്ലേ നാട്ടുകാരും കൂട്ടി അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ പറഞ്ഞു. നീ ആ രൂപ ഇങ്ങെടുത്തേ. അതെ, ഞങ്ങൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇത് അച്ഛൻ്റെ കൊടുത്തേക്ക് മോനെ. അതെ, പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് അച്ഛനോട് പറയാൻ പറഞ്ഞു എന്ന് പറ. ബാങ്കിൽ നിന്ന് കാശ് വാങ്ങി തന്നിട്ട് എന്നെ കള്ളനാക്കി എന്റെ വെക്കിട്ട് കയറാൻ വരുന്നു. തൊഴുത്ത് മാറി കെട്ടിയാൽ ഏത് പശുവായാലും 3-4 ദിവസത്തേക്ക് അത്ര ചെറുത്തു. അങ്ങനെ ചെറുത്തുന്ന പശുവിനെ ഞങ്ങൾക്ക് വേണ്ടെങ്കിൽ പോയി കേസ് കൊടുക്കും. അമ്മാവാ, ഇത് ഞങ്ങളോട് വേണ്ടായിരുന്നു. ആ കറവക്കാരനോടെ ഇത്തിരി നെയ്യും കൂട്ടി നല്ലോണം പിഴിഞ്ഞു കറക്കാൻ പറയാം. അതൊക്കെ പറഞ്ഞതാ. ഇനിയും പറ. എന്നാ നിങ്ങൾ വന്ന് കറക്ക്. അതെ, നിന്റെ മറ്റവനോട് തന്നോട് ദൈവം ചോദിക്കും.
പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. ഇക്കാലത്ത് ഒരു ഉപകാരം ചെയ്യാൻ പാടില്ല. ആരാ വിജയൻ? ബാങ്ക് മാനേജർ ചെല്ലാൻ പറഞ്ഞു. തവണ മുടക്കിയ പശുക്കളെ ജപ്തി. ഓ, ബാങ്കിൽ നിന്നാണ്. ഞങ്ങള് നാളെ വന്ന് അടച്ചോളാം. ഡെയിലി അടയ്ക്കാവുന്നല്ലേ വ്യവസ്ഥ? ആ വ്യവസ്ഥക്കനുസരിച്ച് പാല് കിട്ടുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയണ്ട. ഈ ജപ്തി ചെയ്ത് കളയും എന്ന് പറഞ്ഞ് വിരട്ടൊന്നരുത്. ഈ പശു വ്യവസായത്തിൽ തൊഴുത്ത് കെട്ടാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളാണ്. ഒരു കൂട്ടു വ്യവസായമാകുമ്പോൾ നഷ്ടം വന്നാൽ രണ്ട് പാർട്ടീസും സഹിക്കണം. ബാങ്കിനെ വെട്ടിക്കാനാണോ ഉദ്ദേശം? ഉദ്ദേശമല്ല, പരിസ്ഥിതി. കുഴപ്പമില്ല, ഞങ്ങൾ നിയമ നടപടിയിലേക്ക് നീങ്ങാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. അല്ല, സാർ, ഇത് വായിക്ക. നീ അയാളോട് കയർത്ത് സംസാരിച്ചത് തീരെ ശരിയായില്ല. നടപടി വല്ലതും വന്നാൽ നിനക്ക് പേടിക്കാനില്ലല്ലോ. ലോൺ എന്റെ പേരിലല്ലേ. എന്നെ ജയിലിൽ കയറ്റാനുള്ള ആഗ്രഹം നിനക്ക്. എടാ, ഒരു യഥാർത്ഥ സുഹൃത്തിനെ അവിശ്വസിക്കുന്നവൻ, അതായത് നീ, ഒരു കാലത്തും ഗുണം പിടിക്കില്ല. പാലിന്റെ അളവ് അന്നു പുറകോട്ടാ. എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളെ നോക്കിക്കും. എന്റെ കൂടി എന്നത് എത്ര ലിറ്റർ ഉണ്ടാവും? 4 ഉണ്ടാവും. 4? പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ പോലെ ചോര വരാൻ തുടങ്ങി. ഞാൻ പോട്ടെ, എന്റെ കൂലിതാ. എല്ലാം കൂടി നാളെ തരാം. നാളെ തരണ്ട, കുഴപ്പമില്ല. ഈ പാല് ഞാൻ കൊണ്ടുപോകും. തോന്നിവാസം കാണിക്കരുത്. റേഷനേജ് വാങ്ങാൻ എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. എല്ലാത്തിനും കാരണം നീയാ. അതെ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? ജീവിതം മൊത്തം ഇരുട്ടിലേക്ക് നീങ്ങുകയല്ലേ. അങ്ങനെയൊന്നും പറയാതെ വിജയ. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും കഷ്ടകാല. വരൾച്ച, അണക്കെട്ട് ചോർച്ച, പവർക്കെട്ട്, തമിഴ് പുലി, ആകെ കുഴപ്പ. എന്നാലും നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞു കളഞ്ഞില്ലേ? അത്രയ്ക്ക് വേണ്ട. അത്രയ്ക്കും വേണ്ടായിരുന്നു. ജന്തുക്കള് ഇവറ്റകൾക്ക് രാത്രി ഉറക്കമില്ല. കൊലവിളി നടത്തുക, കൊലവിളി. എടാ, അതിന് പിണ്ണാക്കും വെള്ളവും ഒന്നും കൊടുക്കാഞ്ഞിട്ടാ. ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ബാക്കിയുണ്ടായിരുന്നു, ഞാനങ്ങ് തിന്നു. അത് ശരി. അതാ ഞാൻ നോക്കിയപ്പോ കാണാഞ്ഞത്. സർവ്വ ലക്ഷണങ്ങളും ഒത്ത പശുക്കളാ. കാലത്ത് 20 ലിറ്റർ, വൈകുന്നേരം 20 ലിറ്റർ. കറന്ന് കാണിച്ചു തരാവോ? കറവക്കാരൻ വന്നില്ല, അതുകൊണ്ടാ. പിന്നെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും. മനുഷ്യൻ മനുഷ്യനെ വിശ്വസിക്കണം. സത്വം നല്ലതാ, പക്ഷെ പശുക്കട അകിട് കണ്ട നിങ്ങൾ നുണ പറയാന്നേ തോന്നു. ഓ, അത് ശരി. എന്നാ നിങ്ങൾ പോയട്ടെ, നിങ്ങൾക്ക് വിൽക്കുന്നില്ല. അല്ല, സത്യമായിട്ടും കറവ് എത്രയുണ്ട്? നിങ്ങൾക്ക് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഇയാളെ എവിടുത്തുകാരുണ്ടാ? 20 ലിറ്റർ പോലും. വടം വിജയ, ബാങ്കുകാർ ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വിറ്റ് കാശാക്കാം. അപ്പൊ ഒന്നുമില്ല. പോലീസ് പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് നാട് വിടണം. നാട് വിടാനോ? സാധാരണ നാടല്ല ദാസ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം മോനെ. ലോഞ്ച് കയറി ഗൾഫിൽ പോകാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറായി കഴിഞ്ഞു. ഈ സമൂഹത്തിന് നമ്മളെ വേണ്ടടാ. പക്ഷേ നമുക്ക് പല സാമ്രാജ്യങ്ങളും വെട്ടിപ്പിടിക്കാനുണ്ട്. അത് ബാങ്കിനെ വഞ്ചിക്കലാവില്ലേ? ശരിയാ. എല്ലാ വലിയവന്റെയും വിജയത്തിന്റെ പുറകില് ഇതുപോലൊരു കറുത്ത പാട് കാണും. അതുകൊണ്ട് നീ എതിര് പറയരുത്. വിജയ, അത് നീ വരുന്നോ ഇല്ലയോ, നമ്മളെ രണ്ടുപേരെയും ലോഞ്ച് കടത്താമെന്ന് ഗഫൂർ കേറ്റ് കഴിഞ്ഞിരിക്കുക. ഏത് ഗഫൂർക്ക? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് വിമാനമൊന്നുമില്ലല്ലോ. ആയിരക്കണക്കിന് ആളുകൾ തോണിയിലും നീന്തിയിട്ടും മഞ്ചിയിലും ഒക്കെ തന്നെയാണ് ഗൾഫിലെത്തിയത്. 20,000 ഉറുപ്പ്യ അല്ലാണ്ട് ഒരു വിസ കിട്ടുമെന്ന് അത് തന്നെ മഹാ തട്ടിപ്പാണ്. പണ്ടത്തെ പഹന്മാർക്കുള്ള മനോധൈര്യം ഇന്നുള്ള പഹന്മാർക്ക് ഇല്ലാന്ന് കൂട്ടിക്കോളി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനോധൈര്യം അങ്ങനെ ഇല്ല. അല്ല വേണ്ട, എനിക്കുണ്ടേ. കേട്ടൻ എനിക്കുണ്ട്. പക്ഷെ നീന്തണം. നീന്ത്? കടലിൽ നീന്തണം. അപ്പൊ ഈ ലോഞ്ച് കരയ്ക്കടുക്കില്ലേ? അടുക്കും, പക്ഷെ ഫുള്ളായിട്ട് അടുപ്പിക്കാൻ പറ്റുമല്ലോ. കാലിഫോർണിയയിലേക്ക് ചരക്ക് കയറ്റാൻ പോണ ഒരുവാണ്. എവിടേക്ക്? കാലിഫോർണിയയിലേക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ നമ്മളത് ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിടാം. പിന്നെ കഷ്ടൊരു ഫർലോങ് നീന്തണം. അറബി പോലീസിന്റെ
കണ്ണിൽപ്പെട്ടാൽ അതിന് അറബി പോലീസിലെ മൂക്കിന്റെ അകത്തേക്കല്ലല്ലോ നിങ്ങൾ നീന്തി കയറുന്നത്. പോലീസും കില്ലീസും ഒന്നും ഇല്ലാത്ത ഒരുപാട് കടപ്പുറം ഗൾഫിലുണ്ട്. അത് ഗഫൂറിന് നല്ലപോലെ അറിയാം. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. 2 അറബിന്റെ ഡ്രസ്സ് കരുതണം. അതെന്തിനാണാവോ? കര പറ്റിയാൽ ഉടനെ അറബിക്കുപ്പായ എടുത്തിട്ടോളി. അറബിക്കുപ്പായക്കാരന് ഏത് പോലീസാണ് പിടിക്കുക? അതെ. പിന്നെ അത്യാവശ്യം ചില അറബി വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും. വഅലൈക്കും വഅലൈക്കും മുസ്സലാം. ഉസലാം. മതി. പിന്നെ 7-ാം തീയതി ഉരു പുറപ്പെടുന്നതാണ്. പൈസയും കൊണ്ട് പോന്നോളി. അല്ല ഗഫൂർക്ക, ഒരു പക്ഷേ പിടിച്ചു പോയാൽ? ആരെ പിടിക്കാൻ? ഇവിടെ പിടിക്കും എന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരെയും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളി. നിങ്ങളെ ആരും പിടിക്കില്ല. പിടിക്കൂല. ഗഫൂറാണ് പറയണത്. ധൈര്യമായിട്ട് പോ. എന്നിട്ട് 7-ാം തീയതി പൈസ ആയിട്ട് വാ. പ്രശ്നമല്ല. അമ്മേ, മുൻവശത്തെ വാതിലടച്ച് കണ്ടപ്പോ ദാമോദരനും ഭാര്യയും കുട്ടികളൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുക. എവിടുന്നാ നീ ഇപ്പോ? ഈയിടെ നിന്റെ കത്തൊന്നും കാണാനില്ലല്ലോ. ഞാനിങ്ങനെ ഓരോ പ്രശ്നത്തിലായിരുന്നു. എപ്പോഴാ നിന്റെ പ്രശ്നങ്ങളൊക്കെയും തീരുക? ഈ കാലിൽ ഇങ്ങനെ അഴുക്ക് വെള്ളം തട്ടിക്കരുന്ന് വൈദ്യര് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവിടുത്തെ തുണികളൊക്കെ ആരാ അലക്കുക? വല്ലോന്റെ വീടല്ലേ, വെറുതെ കുത്തിയിട്ട് നുണ്ണാൻ പറ്റുമോ? എന്നാലും ഞാൻ ആ ചെന്തമരിയുടെ ഇല കുറച്ച് പൊട്ടിച്ചോണ്ട് തട്ടെ. രക്തവാദത്തിന് ഈ ഇല കെട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല കുട്ടിയെ. നിന്റെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കയറ്റം കിട്ടുമോ? ആ ജോലി പോയമ്മേ. അതിശയില്ല. നിനക്കിപ്പോ ശനിദശയാ. കാവിൽ വെളിച്ചെണ്ണ നിറഞ്ഞിട്ട് അതും കൂടി കത്തിക്കാൻ കഴിഞ്ഞില്ല. ഒക്കെ ശരിയാവും അമ്മേ, വെറുതെ പറയല്ല. നമ്മുടെ എല്ലാ ദുരിതവും തീരും. ഞാനിപ്പോ വന്നത് യാത്ര ചോദിക്കാനാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോണം. നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. അത് വേണ്ട കുട്ടി. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ അമ്മേ. എന്നാലും ഇടയ്ക്കൊക്കെ നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലേല് എനിക്കെന്ത് മനസമാധാനമുള്ളേ? ദാ, അമ്മ ഇത് വെച്ചോ. എനിക്കിപ്പോ ഒന്നും വേണ്ട. കാശുണ്ട് അമ്മേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ട്. കൂടുതൽ സമയം നിൽക്കുന്നില്ല. ഞാൻ വിശദമായിട്ട് എഴുതാം. അപ്പൊ നീ പോവാണോ? ആ. വല്ലതും കഴിച്ചിട്ട്? വേണ്ട. അടുക്കള അവർ പൂട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അതുകൊണ്ടല്ല, സമയമില്ല. ഞാൻ ചെന്നിട്ട് എഴുതാം. ആ. ആ, വാ വാ. പിന്നെ ഉരു പുറപ്പെടുകയായി. ആ പൈസ കൊണ്ട് എടുത്തോളി. അല്ല, ഗഫൂർക്ക വരുന്നില്ലേ? ഞാൻ വരുന്നേന്ന് കേറിയതിന് ശേഷം പിന്നെ അതിന്റെ അകത്ത് ചെറിയ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. ഒരു പ്രശ്നമില്ല, മുഴുവനുണ്ട്. പശുവിനെ വിറ്റതും നുള്ളി പെറുക്കിയതും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ഭാവി ഗഫൂർക്കന്റെ കയ്യിലാണ്. അത് നിങ്ങളിപ്പോ എത്ര പറയാനുണ്ടോ? ആ, പിന്നെ അറിവിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാ പോന്നോളി. അല്ല, ഇതാണോ ഉരു? ഉരു പുറത്താണ്. നമ്മളിതിൽ അങ്ങോട്ട് എത്തണ്ടേ? ആ, വന്നാട്ടെ. ഇങ്ങോട്ട് പോരേന്ന് വരി. ആ, തല സൂക്ഷിക്കണേ, മുട്ടും. ആ, ഇനി പെട്ടിയൊക്കെ ഇവിടെ വെച്ച് ഇവിടെ എവിടെയും കിടക്കുക ഇരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോളി. പിന്നെ ഇപ്പോഴത്തെ പണിക്കാർ ആരാന്ന് ചോദിച്ചാൽ ഗഫൂർക്ക ദോസ്ത് എന്ന് പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മളേറ്റ്. ആ, എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. സംശയമുണ്ടോ? ഈ ഗഫൂർക്ക മുഖാന്തരം എത്രയെത്ര ആളുകളാ ഗൾഫിൽ പോയി കോടീശ്വരന്മാരായതെന്ന് അറിയോ നിനക്ക്? ആണോ? വലിയ മനുഷ്യന്. ഡാ വിജയ, നമുക്ക് ഈ ബുദ്ധി നേരത്തെ എന്താടാ തോന്നാത്തത്? എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് ദാസ. എണീറ്റാത്ത മക്കളെ. എനിക്ക് സ്ഥലത്തിക്കണ്. എന്താ സ്ഥലത്തി. എന്താ? ആ, അങ്ങനെ പഠിച്ചവന്റെ കൃപ കൊണ്ട് ഒരു തട്ടുമുട്ടില്ലാണ്ട് നമ്മൾ ദുബായ് കടപ്പുറത്തെത്തിക്കണേ. ഭഗവാനേ, ഈശ്വര രക്ഷിക്കണേ.
നല്ല കാര്യത്തിന് പറ്റിയ നേരം പരവരാ വെളുക്കുന്നേ ഉള്ളൂ. ഇനി വൈകണ്ട, ചാടിക്കോളി. ഗഫൂർക്ക, ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. പണി കിട്ടി ആദ്യമായിട്ട് നാട്ടിൽ വരുമ്പോൾ നമ്മളെ പുരയിലൊന്ന് വെറുതെ വരണം. പൊന്നും പൈസ ഒന്നും നമുക്ക് വേണ്ട. നിങ്ങൾ നന്നായി കാണാന്നുള്ളതാണ് നമുക്കുള്ള ആകെയുള്ള സന്തോഷം. ദൈവമാണ് ഗഫൂർക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഗഫൂർക്കയാണ് ഞങ്ങളുടെ ദൈവം. നിങ്ങൾ രണ്ടും നമ്മളെ മക്കളാണ്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേഗം ചാടിക്കോളി. ആ കാണാണ് ദുബായ്. അറബി ഡ്രസ് നനഞ്ഞിട്ടുണ്ടാവോ? പ്ലാസ്റ്റിക് ആണല്ലേ, ഒന്നും പറ്റി കാണില്ല. എന്നാ നേരം കളയണ്ട, ആദ്യം നമുക്ക് വേഷം മാറാം. ശരിയാ, വേഷം മാറാം. ദൂ അവിടെ പോ. അതെ, അടിയിൽ പാന്റ് ഷർട്ടും വെളിയിൽ അറബി. അറബി മാത്രം പോരെ? ചോദ്യം വേണ്ട, വിവരമുള്ളവർ പറയുന്ന കേട്ടാ മതി. അത് വിവരമുള്ളവർ പറയുമ്പോഴല്ലേ. ഡാ വിജയ, നിന്റെ തമ്മിത്തല്ലി സ്വഭാവം നിർത്തിക്കോ. ഇത് നിന്റെ കേരളമല്ല, അറബി നാടാ. അറബി നാട്. ആ ഭഗവാനെ, ആരാ? നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ടം ഇട്ടിരിക്കുന്നത്. അതെ, നമ്മളെ തന്നെ അവര് നോക്കുന്നത്. കയ്യിലുണ്ടായിരുന്ന രൂപയും കളഞ്ഞ് അവസാനം അറബി ജയിലിൽ നിന്ന് ഇരുമ്പഴി എണ്ണ ഗതിയായല്ലോ ഈശ്വര. നിന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോഴേ ഞാൻ കരുതിയതാ. കടപ്പുറായ കടപ്പുറം മുഴുവൻ ഇത്രയും ബന്ദോബസ്ത് ഉണ്ടാവുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? അവന്മാര് പോലീസ് വേഷത്തിലല്ല, അറബികളുമല്ല, പാന്റ് ഷർട്ട് വേഷം. എന്റെ ബലമായ സംശയം നമ്മളെപ്പോലെ ഒളിച്ചു കടന്ന ഏതോ ഇന്ത്യക്കാരാണെന്ന. ഇന്ത്യക്കാർ ഒളിഞ്ഞു നോക്കുന്നത് എന്തിനാ? വിട്ടി, നമ്മളിപ്പോ ഇന്ത്യക്കാരല്ല, അറബ്സ്. നമ്മുടെ അറബി കുപ്പായം കണ്ട അവന്മാര് വരണ്ടിരിക്കുകയാവും. വരുന്നത് വരട്ടെ, നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. അയ്യോ, അതുകൊണ്ട് ധൈര്യം, വിദ്വാനും ഭൂഷണം, മുമ്പോട്ട് നടക്കാം. നീ പോ, നീ നടക്ക, നീ പോ, നീ അത് നീ നടക്ക. പിടിച്ചോ, വാ. അയ്യോ, അവന്മാരെ ഇന്ത്യക്കാരെല്ലാം തോന്നുന്നു. നമ്മുടെ അറബി വേഷം കണ്ടിട്ട് അവന്മാർക്ക് ഒരു കുലുക്കമില്ല. കുലുങ്ങാത്ത ഏതെങ്കിലും ഇന്ത്യക്കാരായിരിക്കും. അയ്യോ, പിന്തുടരുകയാണല്ലോ നമ്മളെ. പിന്തുടരുകയാണല്ലോ. നമ്മളിങ്ങനെ സ്പീഡിൽ നടന്നാൽ അവന്മാർക്ക് സംശയം തോന്നും. നിൽക്കാം. സിഗരറ്റ് ഉണ്ട്, സിഗരറ്റ്. നമ്മൾ അറബികളല്ലേ, നമുക്കാരും പേടിക്കണ്ട. അതെ, നമുക്കാരും പേടിയില്ല. bist du hier Lawaha? Ist aber. Ja, stopp! Back! Hey! Back! Gigi bort! Kör! Back! 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 Hey! Var det bort? Jo! എവിടെ? വാ. ഒമാരെ കാണുന്നില്ലല്ലോ. വാ.